Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? എന്താണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ? What you need to hear right now. Collective reading ആണ്. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ്? ബിഫോർ ദാറ്റ് നമ്മൾ 2025 പോവാണ്. സോ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേർഷനോട് കൂടിയിട്ട് വേണം പോവാൻ, അല്ലെ? സോ ന്യൂ ഇയർ തുടങ്ങുന്ന സമയത്ത് പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. സോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ടാകും, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം, ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഹീൽ ചെയ്യണം, അല്ലെ? സോ 22 നടത്തുന്ന ഓൺലൈൻ ഇവന്റിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ മറക്കണം, ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചില കാര്യങ്ങൾ ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യണം, ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം, ചില നല്ല ഹാബിറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാത്ത ആളുകൾ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ ഇവന്റ് വളരെ ഹെൽപ്ഫുൾ ആവും. സോ യു ക്യാൻ ജോയിൻ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സപ്പുമായിട്ട് കണക്ട് ചെയ്യാം. ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നുണ്ട്. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു മെന്റൽ കണ്ടീഷൻ, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണ്ടീഷനിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവുക, മെന്റലി വളരെ സമാധാനമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ സിറ്റുവേഷൻസ് ചേഞ്ച് ആവുക എന്നുള്ളതല്ല, അതൊക്കെ ഡീൽ ചെയ്യാനുള്ള ഒരു മെന്റൽ പവർ, അല്ലെങ്കിൽ അത്രയൊരു കാം ആയിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും മെന്റലി, ഫിസിക്കലി നിങ്ങൾ വളരെ സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിലായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് നിൽക്കുന്ന പ്ലേസിൽ വളരെ സമാധാനം ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങൾ അങ്ങനെ സമാധാനമായിട്ടുള്ള പ്ലേസിലേക്കൊക്കെ ഒന്ന് മാറി നിൽക്കാനോ, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ, നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് സൈൻ ആണ്. നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വളരെ സമാധാനമായിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഡെസ്റ്റിനേഷനിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട്, മെന്റലി, ഫിസിക്കലി, ഇമോഷണലി. ഓൾറൈറ്റ്, വളരെ മൈൻഡ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മെയിൻലി നിങ്ങളുടെ ശ്രദ്ധ അതുപോലെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് ചില ആളുകൾ നിങ്ങളുടെ ലൈഫില് ചില കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് ഉണ്ട്. ലൈഫ് നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ. സോ ഒരുപാട് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കാന്ന് മാത്രം എന്നുള്ളതല്ല, വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ചില കാഴ്ചകളും എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. റൈറ്റ്, ഇറ്റ്സ് എ മെസ്സേജ് ഫോർ യു. സോ ഗെറ്റ് റെഡി. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഫൈനലി നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ തിരിച്ചറിയുന്ന, നിങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യുന്ന, നിങ്ങളുടെ ഒരു റിയൽ ഹാപ്പിനെസ് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളോ ഫ്രണ്ട്ഷിപ്പോ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ്, ഈവന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില നല്ല കാര്യത്തിന്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ചില ആളുകളുടെ ഒരു സക്സസിന്റെ ഭാഗമാകാനും അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസത്തിന്റെ ഭാഗമാവാനും മേ ബി നിങ്ങൾക്ക് കാരണക്കാരാവാനും സാധിക്കുന്നതായിരിക്കാം. ചില ആളുകൾക്ക് അത്ര ഒരു സന്തോഷം ഉണ്ടാക്കാൻ നിങ്ങൾക്കും സാധിക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ടും സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ആക്ഷൻ കൊണ്ടും സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചില ആളുകൾക്ക് നിങ്ങൾക്ക് വലിയൊരു ഫുൾഫിൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്തൊരു കാര്യം വളരെ സക്സസ്ഫുൾ ആയിട്ടും വളരെ സമാധാനത്തോടു കൂടിയിട്ടും സംഭവിക്കുന്നത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, മറ്റുള്ള ആളുകളുടെ എന്തോ ഒരു സക്സസിൽ നിങ്ങൾ വലിയൊരു ഇമ്പോർട്ടന്റ് റോള് നിങ്ങൾ വെക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് വലിയൊരു അഭിമാനമായിട്ടും വളരെ സന്തോഷമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങളുടെ മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. റിയൽ ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ള ചില മൊമെന്റ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ റിയാലിറ്റിയിൽ വരുന്നുണ്ട്. ഓക്കെ, അത് പ്രോബബിലി നിങ്ങൾ ചില കാര്യങ്ങൾ ടെലിപ്പസിക്കലി കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ,
നിങ്ങളുടെ ചില ഇമാജിനേഷൻ നിങ്ങൾക്ക് റിയാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ അറിയാതെ കണക്ട് ചെയ്തു പോകുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ചില ഡിസയർ ആയിരിക്കാം, അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഹീൽ ചെയ്യാനോ അല്ലെങ്കിൽ സിറ്റുവേഷൻ ക്ലാരിഫൈ ചെയ്യാനോ ഒക്കെ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓൾറെഡി ടെലിപ്പത്തിക്കലി നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിട്ടോ, അല്ലെ? സോ അത് ഫൈനലി നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഓൾറെഡി നിങ്ങൾ വളരെ റീസെന്റ് ആയിട്ട് നിങ്ങൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ നിങ്ങൾ എനർജറ്റിക്കലി ഹീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് നിങ്ങൾക്ക് ഈവൻ ലൈക്ക് എനർജറ്റിക്കലി നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കാന്ന് വെച്ചാൽ, അതുവരെ നിങ്ങൾക്കൊരു ബേർഡൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഓൾ ഓഫ് സഡൻ വളരെ കാം ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അത്ര കാലമായിട്ട് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത ചില കാര്യങ്ങൾ, ചില ആളുകളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചില ക്ലാഷസ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് എന്താണോ ആളുകളുമായിട്ട് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് എങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ആ ഒരു മൈൻഡ് വളരെ കാമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ എനർജറ്റിക്കലി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. വിച്ച് മീൻസ് ലൈക്ക് ചില കാര്യങ്ങൾ അവിടെ എനർജറ്റിക്കലി ഹീൽഡ് ആയിട്ടുണ്ട്, എനർജറ്റിക്കലി സോൾവ് ആയിട്ടുണ്ട്. അത് സൂൺ നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. മെന്റലി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ചില കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു മെന്റൽ ഇമോഷണൽ സിറ്റുവേഷൻ ആണ്. ഓക്കെ, ആങ്സൈറ്റി, പേടി, ഡിപ്രഷനിൽ കൂടിയൊക്കെ പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് അതിൽ എന്തോ ഒരു മിറാക്കിൾ പോലെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ റിയാലിറ്റിയിൽ വളരെ പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ തോട്ട്സിനെ എറേസ് ചെയ്ത് കളയുന്നത് പോലെ, അതിനൊരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക്, നിങ്ങളുടെ ഒരു പ്രോബ്ലം അതിനൊരു അകൽച്ച നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അങ്ങനത്തെ ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തതുപോലെ, നിങ്ങളുടെ ഒരു ന്യൂ ബർത്ത് പോലെ, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒന്ന് ഉറങ്ങി എണീറ്റതുപോലെ, നിങ്ങൾ പല കാര്യങ്ങളും ഒരു സ്വപ്നം കണ്ടതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓർ നിങ്ങൾക്കുള്ളൊരു മെസ്സേജും ഇതാണ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ ഒരുപാട് മനസ്സിലട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനൊരു സൊല്യൂഷൻ, അതെങ്ങനെ എന്താക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജിന്ന് അത് എറേസ് ചെയ്ത് കളയുന്ന, അല്ലെങ്കിൽ എനർജിന്ന് അത് കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഒരു ലൈഫ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരു ജീവനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ലൈഫ് നിങ്ങൾക്ക് അതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങൾ വീണ്ടും പല കാര്യങ്ങളും നിങ്ങൾക്ക് റീകണക്ട് ചെയ്യാനും അല്ലെങ്കിൽ വീണ്ടും ചില കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ചില ആളുകൾ ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ വർക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ ടൈം, അല്ലെ? നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ടൈമിൽ ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫിസിക്കാലിറ്റി, ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇല്ലാത്ത ചില കാര്യങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫിസിക്കലി മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തോ എന്തെങ്കിലുമൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആക്ഷനിൽ കൊണ്ടുവരുന്നുണ്ട്. അതിനെപ്പറ്റി ഓൾറെഡി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. ചില ആളുകൾ യാത്രയെ പറ്റി ഓൾറെഡി ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. ചില ആളുകളെ മീറ്റ് ചെയ്യാൻ ഓൾറെഡി ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. ചില കാര്യത്തിലേക്ക് വരാൻ, ചില കമ്മിറ്റ്മെന്റ്സിലേക്ക് വരാൻ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു നല്ല മാറ്റമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിനെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ, റെഡി ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഗൈസ് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്ത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ആണോ, നിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിന് നിങ്ങൾക്ക് ഒരുപാട് പേടി, ആങ്സൈറ്റി ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അത് എടുക്കാതിരിക്കുക. കാരണം നിങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിന്റെ, നിങ്ങളുടെ ഒരു പേടി, ആങ്സൈറ്റിന്റെ ഒരു ഇന്റൻസ് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓൾറൈറ്റ്, സോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും അതാണ്.
നിങ്ങളുടെ പ്രോബ്ലത്തിൽ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ലാത്തൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു പ്രോബ്ലത്തിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ എനർജി ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇമോഷണലി എടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പ്രോബബ്ലി ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ അതിന്ന് ചില മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു കാര്യം, ഒന്ന് നിങ്ങൾ ലൈഫിലേക്ക് തന്നെ നോക്കുന്ന സമയത്ത്, നിങ്ങളുടെ സിറ്റുവേഷനിലേക്ക് തന്നെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ആൻസർ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ചില കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിന്റെ ഒരു ഇന്റൻസ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ ഒരു ബുദ്ധിമുട്ട്, നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് ഒരുപാട് ആലോചിച്ചിട്ട് അലട്ടുന്നത്, അതിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്ര കാലം അത് നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ടൈം, എഫേർട്ട്, എനർജി ഒക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ബാക്കി എല്ലാ ഏരിയാസിലും അത് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പക്ഷേ നിങ്ങളെ ലൈഫിലെ ബാക്കി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ചില ആളുകൾക്ക്. ഓക്കെ, ആൻഡ് സ്ലോലി അതിന്റെ ഒരു കാഠിന്യം കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.